ആലപ്പുഴയിൽ അസാധാരണ ജനിതക വൈകല്യത്തോടെ കുഞ്ഞ് പിറന്നതിൽ ആരോഗ്യവകുപ്പിന്റെ അന്വേഷണം. ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം ഡോക്ടർമാരിൽ നിന്നും കുഞ്ഞിന്റെ മാതാപിതാക്കളിൽ നിന്നും വിവരങ്ങൾ തേടി. വൈകല്യമുണ്ടെന്ന വിവരം ഡോക്ടർമാർ മറച്ചുവെച്ചെന്ന പരാതിയിലാണ് അന്വേഷണം. കുഞ്ഞിനെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പരിശോധനയ്ക്ക് വിധേയമാക്കി. കുഞ്ഞിന്റെ ചികിത്സ ഏറ്റെടുക്കുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചതായി മാതാപിതാക്കൾ പറഞ്ഞു. സ്കാനിംഗിൽ സ്വകാര്യ ലാബിന് വീഴ്ച പറ്റിയെന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഡിഎംഒ കൈമാറി. മിഡാസ് ലാബിലേക്ക് മാർച്ച് നടത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ലാബിന്റെ ബോർഡും ബാനറും അടിച്ചു തകർത്തു. ആശുപത്രിക്കെതിരെ പരാതിയുമായി കൂടുതൽ പേർ രംഗത്തെത്തിയിട്ടുണ്ട്. ഇപ്പം നിലവിൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ പെരുമാറ്റത്തിൽ ഞങ്ങൾ തൃപ്തരാണ്. അവർ എല്ലാവിധ പരിശോധനകളും ചെയ്യാനായിട്ടുള്ള സംവിധാനം ആലപ്പുഴയിൽ തന്നെ ഉണ്ടാക്കി തരാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊരു സംവിധാനത്തിൽ WNCയുടെ പേരിലോ അല്ലെങ്കിൽ സ്കാൻ ചെയ്ത ഷങ്കേഴ്സിന്റെ പേരിലോ നിയമ നടപടി ഉണ്ടാകണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അവരുടെ ഭാഗത്തു നിന്ന് അനാസ്ഥ ഉണ്ടായിട്ടുണ്ടെന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. കുഞ്ഞിനെ ഇപ്പം നിലവിലെ ഡേറ്റുകളെല്ലാം മാറ്റി ഏറ്റവും അടുത്ത ഡേറ്റുകളിൽ എക്കോ എടുക്കാനും പിന്നെ സ്കാൻ എടുക്കാനുമായിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഇപ്പം ഈ കൂടിയ ബോർഡ് തീരുമാനിച്ച് ചെയ്തു തന്നിട്ടുണ്ട്. വിവരങ്ങളുമായി SS ശരത് നമുക്കൊപ്പം എത്തുകയാണ്. ശരത്ത്, ഒരാളിൽ ഒതുങ്ങുന്നില്ല, അല്ലെങ്കിൽ ഒരു കേസിൽ ഒതുങ്ങുന്നില്ല അവിടുത്തെ അനാസ്ഥ എന്നത് ഇപ്പോൾ തുടർച്ചയായി വരുന്ന പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാവുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിലേക്കാണോ നമ്മൾ പുറത്തു കൊണ്ടുവന്ന നവജാത ശിശുവിന്റെ ജനിതക വൈകല്യം സംബന്ധിച്ചുള്ള വാർത്ത ഇപ്പോൾ പോകുന്നത്? ശരത്, സുജിയ, വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ പ്രതിഷേധം ആരംഭിച്ചതാണ്. ഇന്നലെ ആദ്യം മുസ്ലിം ലീഗ് പ്രവർത്തകരായിരുന്നു പ്രതിഷേധം തുടങ്ങിയത്. പിന്നാലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും എത്തി. ഇന്നിപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകരും പ്രതിഷേധ രംഗത്തേക്ക് കടന്നിരിക്കുകയാണ്. കുറ്റക്കാരായ ഡോക്ടർമാർക്കും ഒപ്പം ഈ ലാബിനും എതിരെ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ്. ആ രീതിയിൽ വീഴ്ച സംഭവിച്ച ലാബിനുമെതിരെ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് ഡിവൈഎഫ്ഐയും ആവശ്യപ്പെടുന്നത്. ഇത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് പരാതി നൽകുമെന്നും ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ ഡിവൈഎഫ്ഐയും ഈ വിഷയം ഏറ്റെടുത്ത് സമരപരിപാടികളിലേക്ക് കടക്കുകയാണ്. ഇന്നിപ്പോൾ നേരത്തെ മിഡാസ് ലാബിലേക്ക്, ഈ സ്വകാര്യ ലാബിലായിരുന്നു ഇത്തരം ഈ ഒരു സ്കാനിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്. ആ ലാബിലേക്കാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രതിഷേധം നടത്തിയത്. ലാബിന്റെ ബാനറുകളും ബോർഡുകളും ഒക്കെ തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അടിച്ചു തകർക്കുന്ന സാഹചര്യവും ഉണ്ടായി. അതേസമയം ഇന്നിപ്പോൾ വിദഗ്ധ സംഘത്തിന്റെ പരിശോധന കൂടി ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ വിദഗ്ധ സംഘം ആലപ്പുഴയിൽ എത്തിയിട്ടുണ്ട്. അല്പസമയം മുമ്പ് ഈ കുഞ്ഞിനെ വിദഗ്ധ സംഘം പരിശോധിച്ചു. നിലവിൽ പരിശോധന പൂർത്തിയായിട്ടുണ്ട്. ഈ പരിശോധന സംബന്ധിച്ച് കുഞ്ഞിന്റെ പിതാവ് അനീഷ് പറയുന്നത്, അതായത് നിലവിലെ പരിശോധന തൃപ്തികരമാണ്, മാത്രമല്ല കുഞ്ഞിന്റെ നിലവിലുള്ള ചികിത്സ ആരോഗ്യവകുപ്പ് ഏറ്റെടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. തുടർ ചികിത്സ സംബന്ധിച്ച കാര്യങ്ങൾ ഈ റിപ്പോർട്ട്, ഈ വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം അത് സംബന്ധിച്ച് തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും അനീഷ് പറയുന്നു. ഒപ്പം ഈ ലാബിനെതിരെ, അതായത് ഈ ലാബിനെതിരെയും ഒപ്പം ഈ വീഴ്ച സംഭവിച്ച ഡോക്ടർമാർക്കെതിരെയും നടപടിയെടുക്കണമെന്ന കാര്യം ഈ വിദഗ്ധ സംഘത്തെ താൻ അറിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ തുടർ ചികിത്സ ഉറപ്പാക്കണമെന്ന കാര്യം കൂടി ഈ വിദഗ്ധ സംഘത്തിനോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് അനീഷ് പറഞ്ഞത്. നിലവിലെ ഈ വിദഗ്ധ സംഘത്തിന്റെ പെരുമാറ്റം ഉൾപ്പെടെ തൃപ്തികരമായിരുന്നു. വിവരങ്ങളൊക്കെ തന്നെ അവർ തേടിയിട്ടുണ്ട്. കുഞ്ഞിന്റെ ആരോഗ്യനില ഉൾപ്പെടെ അവർ മനസ്സിലാക്കി എന്നുള്ളതാണ് അനീഷ് പറയുന്നത്. നിലവിൽ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പരിശോധന ആരംഭിച്ചു. ഇന്നിപ്പോൾ ഈ പറഞ്ഞതുപോലെ കുഞ്ഞിന്റെ പരിശോധനയാണ് ആദ്യഘട്ടത്തിൽ ആരംഭിച്ചത്. വരും മണിക്കൂറിൽ ഈ ആശുപത്രിയിലേക്ക് എത്തിയും വിദഗ്ധ സംഘം പരിശോധന നടത്തും. കടപ്പുറത്ത് WNC ആശുപത്രിയിലായിരുന്നു ഈ ഗർഭസ്ഥ ചികിത്സ ഉൾപ്പെടെ നടന്നിട്ടുണ്ടായിരുന്നത്. അവിടെ ഈ വീഴ്ച സംഭവിച്ചു എന്നാണ് ഈ രക്ഷിതാക്കളും ആരോപിക്കുന്നത്. അവിടെയും ഈ സംഘം പരിശോധന നടത്തും. ഒപ്പം DMOയുടെ റിപ്പോർട്ട്, പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇന്നലെ തന്നെ ഈ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതായത് ആ റിപ്പോർട്ടിൽ പറയുന്നത് ഈ ലാബുകൾക്ക് വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ്. ഈ ഒരു റിപ്പോർട്ടിൽ, ഈ ലാബ് സ്കാനിംഗ് റിപ്പോർട്ടിൽ ഇത് സംബന്ധിച്ച കൃത്യമായ, അതായത് ഈ വൈകല്യമുണ്ടെന്ന് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങളൊന്നും തന്നെ ഈ സ്കാനിംഗ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല. അത് ഈ പരിശോധന നടത്തിയ സ്കാനിംഗ് നടത്തിയ ലാബുകളുടെ വീഴ്ചയാണ് എന്നാണ് ഈ പ്രാഥമിക റിപ്പോർട്ടിൽ DMO ആരോഗ്യ വകുപ്പിനെ അറിയിച്ചത്. ഇതെല്ലാം ഉൾക്കൊള്ളിച്ചായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. ഈ ഡിസംബർ 3 ഈ റിപ്പോർട്ട് ഈ അന്വേഷണ സംഘം, വിദഗ്ധ സംഘം ഈ ആരോഗ്യ വകുപ്പിന് കൈമാറും. ഈ പ്രധാനമായും നിലവിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കേസെടുക്കുക മാത്രമാണ്, അതായത് 4 ഡോക്ടർമാർക്കെതിരെ കേസെടുക്കുക മാത്രമാണ് ചെയ്തത്. ആരോഗ്യ വകുപ്പ് ഏതെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക് കടന്നിട്ടില്ല. അതായത് ഈ ഡോക്ടർമാർക്കെതിരായ നടപടികളിലേക്ക് കടന്നിട്ടില്ല. ഈ റിപ്പോർട്ട് കൂടി ലഭിച്ച ശേഷമായിരിക്കും അത്തരം നടപടികൾ വേണോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ ആരോഗ്യ വകുപ്പ് തീരുമാനമെടുക്കുക.